മോനെ അമീത്, അല്ല നമ്മളെ ബീരാൻ എവിടെ പോയി? എനക്കറിയില്ല. മോനെ ഹമീദേ, നീ വിഷമിക്കാണ്ടിരി. ബാപ്പ പറയല്ലേ മരണം ഒരു യാത്രയാണെന്ന്. എല്ലാവരും സന്തോഷത്തോടു കൂടി വേണം മരിച്ചവരെ യാത്രയാക്കാനെന്ന്. പോണവർക്ക് അങ്ങനെ പലതും പറയാനിപ്പാ. പക്ഷെ ഒറ്റയ്ക്കായി പോണത് എന്നെ പോലുള്ളവരല്ലേ. ഇതിപ്പോ ആരെന്താന്ന് അറിയാണ്ടുള്ള ഇരിപ്പല്ലേ. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കണ്ട സ്വത്തല്ലാണ്ട് എനിക്ക് ആരുള്ള എൻ്റെ അംശക്ക. എനിക്ക് കുടുംബക്കാരുണ്ടാന്നാ, എനിക്കൊരു ഉമ്മ ഉണ്ടാന്നാ ബാപ്പ എന്തായാലും പറഞ്ഞിട്ടുണ്ടാ. ഒരു വാക്ക് പോലും പറയാണ്ടല്ല എല്ലാം മനസ്സിൽ വെച്ച് ബാപ്പ പോയത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. ശരിയാണ്, ഹൈദർ കുറച്ച് കണിശക്കാരനായിരുന്നു. എന്നോട് അവൻ പലതും തുറന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഓൻ്റെ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹമായിരുന്നു മോനെ. മനസ്സിനകത്ത് സ്നേഹം ഉണ്ടായിട്ട് എന്താ കാര്യം അംസക്ക? ഇന്നേ വരെ എൻ്റെ എന്തെങ്കിലും കാര്യത്തിന് ബാപ്പ മുൻകരുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോണതിന് മുമ്പ് എനിക്ക് അതിലുണ്ടാന്നാ അറ്റ്ലീസ്റ്റ് എൻ്റെ ഉമ്മാരെന്തെങ്കിലും പറഞ്ഞൂടെ? നീ ഒറ്റക്കല്ലല്ലോ മോനെ, എനിക്ക് നമ്മളൊക്കെ അല്ല ഇവിടെ. നിങ്ങൾക്കറിയാം എൻ്റെ ഉമ്മാരാന്ന്. നിങ്ങൾ ബാപ്പാൻ്റെ അടുത്ത ചങ്ങായി അല്ലേ? പറ, നിങ്ങൾക്കറിയാമെങ്കിൽ പറ. അങ്ങനെ ചോദിച്ചാലിപ്പം മോനെ, ചില ആളുകളുടെ ജീവിതത്തിൽ അവരൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. അത് അവരാരോടും പറയാതെ മരണം വരെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെ ഈ ആരും ഓരില്ല എന്നുള്ള ചിന്തൊക്കെ ഒരു നിക്കാവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് മാറും. അല്ല, ഞാനത് പറഞ്ഞേ ഉള്ളൂ, ബാക്കി നീ ആലോചിക്കും. അല്ല അംസക്ക, ഓനെ വാപ്പാനെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് എടുത്തിട്ട് നേരം വെളുത്തില്ല. അതിന്റെ മുന്നേ നിക്കാനുള്ള ബിരിയാണി കൂട്ടി തുടങ്ങി ഞങ്ങള്. എടോത്ത് എപ്പോഴായാലും നടക്കേണ്ട കാര്യമല്ലേ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അഞ്ചെത്ര വാളം കൂട്ടണേ? ഞാനെന്ത് വാളം കൂട്ടി നിങ്ങൾ പറയുന്നേ? അതെ, ഈ പണിക്കാരൻ നിർത്തേണ്ടോർത്ത് നിർത്തിയില്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ടാവും. അംസക്ക നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, എനിക്ക് പോകാൻ സമയമായിന്ന് പറയാ. എന്നെയാ പറഞ്ഞേ. ഇതേമാതിരി അടവറ്റി കിടക്കുന്ന കുറെ സാധനം കണ്ട് ഈ ലോകത്ത്. ഒരാണ് ആദ്യം ഇവിടുന്ന് പോകണ്ടേ. നീ അകത്തേക്ക് പോയേ. ഇതെന്താണ് സാധനം? അത് ചോറാണ്, ഞാൻ ഓനും ഉണ്ടെന്നാ. ചോറോ? നീ വാണി കൊണ്ട് നോക്കിക്കോ, ചെല്ല്. കുറച്ച് ബിരിയാണി വാങ്ങി പോന്നു തുടങ്ങിട്ട് ചോറായിട്ട് പോന്നി. എന്നാ പിന്നെ ഞാൻ പോണ്. നീയേ അത് പോയി തിന്ന് കിടക്കാൻ നോക്ക്. ഹമീദയ്ക്ക് ചോറ് കഴിക്കി. എനക്ക് വേണ്ട. കഴിക്കടാ. ഹൈദർക്ക മോള് ഹാപ്പിയായി. ഇനി ഇത് കഴിക്കാതെ എന്നിട്ട് മൂപ്പരെ വെറുതെ വിഷമിപ്പിക്കല്ലേ. നിക്കാഹിൻ്റെ കാര്യം ഞാൻ വെറുതെ അംസക്കാനെ എരിയേറ്റാൻ വേണ്ടി പറഞ്ഞാ. നിക്കാഹ് നടക്കണം, അത് അംസക്ക പറഞ്ഞാൽ തന്നെയാ ശരി. എനിക്കൊരു കാര്യം അറിയാം. കുണ്ടോട്ടിയിൽ അറാഫത്തിൻ്റെ പീടിയെന്ന് ഹൈദർക്ക എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞുള്ളൂ, എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, നീ കഴിക്കി. ഹമീദേ വാ, ഈ ഇടയ്ക്ക ഒരു ചായ കുടിക്കാം. കടപ്പ് തുറന്നല്ലുള്ളൂ. ആ ചായ കൊടുക്കാനുള്ള അസൻക തുറക്കണ്. ആ കടൽ ഈ കട. പിന്നെ ഇവിടെ ആൾക്കാർ വന്ന് വരിക്കാണല്ലോ. കഴിഞ്ഞ കൊല്ലം ഒരു സായിപ്പ് വന്ന് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഒരു ഗ്രാമഫോൺ കൊണ്ടായിരുന്നു. പിന്നെ ആരും ഇങ്ങോട്ട് വന്നില്ല. ഈ വാ. അസൻക എന്താ കഴിക്കാനുള്ളത്? നല്ല പൊറാട്ടയും ബീഫും എടുക്കട്ടെ. ബീഫ് എങ്ങനെയുണ്ട്? എന്ത് ബീഫാണ്? അല്ലല്ല, നല്ല ബെസ്റ്റ് ബീഫാണ്. എടുക്കട്ടെ. ഇടുക്കി മോനെ മൂസ, 2 പ്ലേറ്റ് ബീഫും പൊറാട്ടയും. അല്ല മീതേ, അനക്ക് സുഖം തന്നെയല്ലേ? അന്റെ കച്ചവടം എങ്ങനെ പോണ്ട്? അന്റെ വാപ്പയ്ക്കോ ഉമ്മാരും ഒരു അബദ്ധം പറ്റി. അല്ല യൂ തന്നെ എങ്ങനെ തുടരുക? എടോ, ഇതൊക്കെ കെട്ടിപ്പറക്കി വല്ല ആക്രിക്കാർക്കും കൊടുത്തിട്ട് പോയി നല്ലൊരു കച്ചവടം തുടങ്ങ്. ഇതെന്ത് മുറുകാണിത്? എന്തെങ്കിലും ആട്ടെ. അല്ല, ഒട്ടക എഴുതി മറച്ചു പിടിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അല്ല, കാര്യം തോന്നുന്നു നിങ്ങളിത് എവിടെ പോയി? ചായ കുടിക്കാൻ പോയല്ലേ? അല്ല, ഓനുങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് എസ്കേപ്പ് ആയി. ഇല്ലേ, ഞാനിപ്പോ വന്നെന്തിനാണെന്നറിയോ? ഈ നമ്മളെ മൊയ്തീന്റെ മോള് സൈനബനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലോണം ആലോചിച്ചാൽ കാണാത്ത ആളെ കാണാൻ കഴിയുമോ? ഇത് കാണൂടാ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കാര്യം പറ. എന്നാ നമ്മൾ ഓളെ കാണാൻ പോണ്. ഹംസക്ക, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ? വാപ്പ മയ്യത്തായിട്ട് ഇത്ര ആയിട്ടുള്ളൂ, അപ്പോഴേക്കും? അതെ,
എനിക്ക് നിക്കാഹ് കഴിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതുണ്ട്, പക്ഷേ അതും എൻ്റെ ചിരകാല അഭിലാഷല്ലേന്ന്. ആ എന്നാൽ ഞായറാഴ്ച നമ്മൾ പോകുന്നു, ഓളെ കാണുന്നു. ആ പിന്നെ സംഗതി ഉറക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിശ്ചയിക്കാം. നിക്കാഹ് കാക്കത്തിൽ മതിയല്ലോ. ആ ആ ആ ശ്ശെ. പോ ഹംസക്ക. എന്താ പറക്കുക? വാ വീരാ. എന്തേ ഇതിപ്പോ ആരെ പെണ്ണാണല്ല? അമീതിന്റെ ആന്തപ്പങ്ങൾ അങ്ങനെ ചോദിക്കേ? അല്ല അതിന്റെ ഈ കോലം വേഷം കണ്ടപ്പോ ചോദിച്ചു പോയതാ. അല്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും മോശം പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും മോശം പറയില്ല. ഈ പാടത്ത് ഇങ്ങനെ നോക്കുത്തി വെക്കൂലേ, അത് മാതിരിയുണ്ട്. കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി. ആ ആ, ആഹാ. വാ കേറ്. എപ്പ കേറിയത് ചോദിക്ക്. ചെക്കനെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ. ആ നല്ല ചെരുപ്പുണ്ട്. സൈനപ്പ ചായയും കൊണ്ടുപോയോ? ആ പോയല്ലോ. ഹമീദ് ഒറ്റ മോന. ഹമീദിന് വേറെ ആർക്കുണ്ട്? നമ്മളൊക്കെ ഹമീദിനുള്ള തന്നെയല്ലേ അല്ലേ വീരാനെ? പിന്നെ കൂടാപ്പുറനായിരുന്നു ഞാനും. ഇവന് കൂടപ്പറപ്പിന്റെ മാതിരിയാണ് ഓനക്കെന്ന് പറയായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ ആരാ? ശരിക്കും ആരാത്? ഞാൻ അമീദിന്റെ ഫ്രണ്ട്, ഇത് അമീദിന്റെ വാപ്പാന്റെ ഫ്രണ്ട്. ചായ ഇഷ്ടായിനാ? ഓ ഇഷ്ടായി. കുട്ടിയുടെ പേരെന്താ? സൈനബ എന്നല്ലേ എനിക്കറിയാം. ഇരിക്കും. എനിക്ക് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിച്ചത്ര ശീലമില്ല. അത് ഇന്നത്തെ കാലത്ത് എല്ലാ ചെക്കന്മാരും പറയുന്ന ലൈനല്ലേ? അല്ലാണ്ടല്ല, എൻ്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അധികം പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആകെ മനസ്സ് തുറന്നിട്ടുള്ളത് LP സ്കൂളിൽ പഠിക്കുമ്പോൾ ബിൻസിയോടാ. ആരോടാണെന്ന് പറഞ്ഞേ? ബിൻസി, നമ്മുടെ പള്ളിയുടെ അപ്പുറത്തുള്ള ബിൻസി. ഇപ്പം അവിടെ ഇല്ല, നിക്കാഹ് കഴിഞ്ഞ് പോയി. ഹമീദ് ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ കോളേജിലല്ല, പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. എന്താ പഠിച്ചത്? BA മലയാളം. BA മലയാളത്ര മോശം ഡിഗ്രി ഒന്നുമല്ല കേട്ടോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലപ്പാ. പിന്നെ ഹമീദിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? സൈനബ ഡാൻസ് കളിക്കുമോ? കുറച്ചൊക്കെ. എന്താ ഹമീദിന് ഡാൻസ് ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. സൈനബയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മയാ. പിന്നെ പൊതുവേ സത്യസന്ധരായ മനുഷ്യരെയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾ ബേജാറാവണ്ട, ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. ഹൈദറിന്റെ സ്വത്ത് മുഴുവൻ ഇവന് ഒരാൾക്കുള്ളതല്ലേ. പിന്നെ നിനക്ക് ഇഷ്ടായോ? എന്നാ പിന്നെ നിങ്ങളെ തീരുമാനം? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. മതി, തിരക്കില്ല, ആലോചിച്ചിട്ട് മതി. അല്ല കോയ, ഓ ഇവരുടെ സ്വന്തക്കാരെങ്കിലും? സ്വന്തക്കാര് സ്വന്തം ബന്ധമൊന്നുമില്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ എന്റെ മോളെ ഞാൻ പറയാ, നിങ്ങളിപ്പോ വിട്ടോളി. വാ മോനെ.